സ്തോത്രം. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർബന്ധരുമായിരിക്കും. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? എല്ലാറ്റിൻ്റെയും അവസാനം എന്ന് പറയുന്നത് എന്താ? കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുമ്പോൾ പിന്നെ എല്ലാം ഓൾറെഡി നടക്കാനുള്ളതാണ്. ഈ ലോകം അവസാനിക്കും. അതുകൊണ്ടാണ് ഇവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്നത് എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും. എന്താണ് പ്രാർത്ഥന? ഈ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരെന്ന് പറയാൻ കാരണം എന്താണ്? പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ എഴുതാൻ കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് പത്രോസ് അപ്പോസ്തലനെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണെന്നറിയാമോ? ഇന്നത്തെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന സുബോധത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് നമ്മുടെ പെന്തക്കോസ് ചർച്ചുകളിലൊക്കെ ഉപവാസ പ്രാർത്ഥന വെക്കാറുണ്ടല്ലോ. ഉപവാസമാണെന്നും പറഞ്ഞ് വെച്ച് ഉപവാസ പ്രാർത്ഥന വെക്കുകയാണ്. അവിടെ നടക്കുന്ന സംഭവങ്ങൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ശരിക്കൊന്ന് നമ്മൾ ചിന്തിച്ചേ. എന്താണ് അവിടെ കാണിക്കുന്നത്? അവിടെ ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് അവിടെ 3-4 പാട്ട് പാടി ബഹളം ഉണ്ടാക്കി കൈയടിച്ച് ബഹളം ഉണ്ടാക്കുന്നു. 3-4 പാട്ടെന്നൊക്കെ പറയും. എത്ര സമയമാണ്? ആകപ്പാട് 10 മണി എന്ന് പറഞ്ഞാൽ 11 മണിക്കാണ് ജനം വരത്തുള്ളൂ. 11 മണിക്ക് ജനം വന്നാൽ 11 മണി മുതലേ പിന്നെ എത്ര മണിയുണ്ട്? 12:30. 1 മണിക്ക് എന്തായാലും നിർത്തും. അപ്പോൾ ആകപ്പാടോ ഈ വെറും 2 മണിക്കൂറേ ഉള്ളൂ. ഈ 2 മണിക്കൂറിനുള്ളിൽ 4 പാട്ട് അത് റിപ്പീറ്റ് ചെയ്ത് പാടിയാണ്. ഒരു പാട്ട് 2 പ്രാവശ്യമൊക്കെ പാടും. അങ്ങനെ 4 പാട്ട് പാടി കൈയടിച്ച് ബഹളം ഉണ്ടാക്കി പിന്നെ അതിൽ നിന്ന് കുറച്ച് അന്യഭാഷ വന്ന് ആ കുറേ സമയം കഴിഞ്ഞിട്ട് പിന്നെ എവിടുന്നെങ്കിലും വിളിച്ചിരിക്കുന്ന ഒരു ഗസ്റ്റ് പാസ്റ്ററുണ്ട്. ആ പാസ്റ്ററിൻ്റെ ഒരു ശുശ്രൂഷ. ഇവിടെ എന്തു പ്രാർത്ഥന നടന്നു? നമ്മളൊന്ന് ചിന്തിച്ചേ. നമ്മൾ പറയുന്നത് എന്തെന്നാണ്? ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവാസ പ്രാർത്ഥന എന്ന് വെച്ചാൽ ഉപവസിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം വെടിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പേര് പ്രാർത്ഥന എന്നാണ്, ഉപവാസ പ്രാർത്ഥന എന്നാണ്. പ്രാർത്ഥന നടക്കുന്നുണ്ടോ? ഇതാണ് പത്രോസ് വ്യക്തമായിട്ട് പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. നിർമ്മതരെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മതം പൊട്ടുന്നുണ്ട്. ആനയ്ക്ക് മതവിളകുന്നത് പോലെയാണ് ഉപവാസ പ്രാർത്ഥന വെച്ചിട്ട് ഒരു പാട്ട് തുടങ്ങി ആദ്യത്തെ വരി കഴിഞ്ഞാൽ 2ാമത്തെ വരിക്ക് മതവിളകുകയാണ്. നിന്നയിടം മറന്ന് തകർത്താടിയാണ്. ഉപവാസ പ്രാർത്ഥനയാണ് പേര്. അങ്ങനെ 4 പാട്ട് തകർത്താടി നല്ലതുപോലെ തേച്ച് മിനുക്കി കൊണ്ടുപോയ ഷർട്ടെല്ലാം ചുളുങ്ങി അതെല്ലാം വേർപ്പായി വെള്ളമായി അവസാനം ഒരു കണക്കിന് ഈ പാട്ടൊക്കെ നിർത്തിക്കഴിയുമ്പോൾ പിന്നെ ചൂട് കയറി മനുഷ്യൻ വല്ലാത്തൊരവസ്ഥയിലിരിക്കുക. അത് കഴിയുമ്പോഴാണ് ഒരു പാസ്റ്ററിൻ്റെ ദൂതുകൾ. ഈ ദൂതും കഴിയുമ്പോൾ പിന്നെ ആശീർവാദമാണ്. എന്തു പ്രാർത്ഥന നടന്നു സഹോദരന്മാരെ? എന്തു പ്രാർത്ഥന നടന്നു? നമ്മളെ ദൈവം സൃഷ്ടിച്ചതാണ്. ആ ദൈവത്തിൻ്റെ സൃഷ്ടിയായ നമ്മൾ ദൈവം സൃഷ്ടിച്ചതുപോലെ ദൈവം ആഗ്രഹിച്ചതുപോലെ ആണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ കാണാനല്ലേ നമ്മൾ ഉപവാസം ഇരിക്കുന്നത്? നമ്മൾ വചനത്തെ തെറ്റിച്ചു നടന്ന അവസ്ഥകളല്ലേ നമ്മൾ കാണേണ്ടത്? വചനം ഇന്നത് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെയ്യാതെ വേറെ കാര്യം കാര്യങ്ങൾ നമ്മൾ ഓർക്കണ്ടേ? അനുസരണമുള്ളവരാകണ്ടേ? നമ്മൾ ദൈവസന്നിധിയിൽ വന്നാൽ നമ്മൾ അനുസരണമുള്ളവരാകണ്ടേ? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വചനം ഇന്നത് പറയുമ്പോൾ നമ്മൾ അതിന് വിപരീതമായി ചെയ്യുകയാണ്. അതെല്ലാം ഒന്ന് ഓർക്കാനുള്ള ദിവസമല്ലേ ഉപവാസം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മത്തായി 28:16 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അവിടെ എഴുതിയതുപോലെയാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുമെന്ന് നോക്കണം, ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളും ചുറ്റിലാക്കിക്കോളൂ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും ഉണ്ടെന്ന് അവിടെ കൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട്
നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണോ? ഇനി വിശ്വസിച്ച് സ്ഥാനപ്പെട്ടെന്നിരിക്കട്ടെ, ആ സ്ഥാനപ്പെട്ട വ്യക്തിയെ പഠിപ്പിക്കാനുള്ള എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? സങ്കീർത്തനം വായന അല്ലേ? യോസഫിൻ്റെ പൊട്ടക്കിണർ, ദാവീദിൻ്റെ സിംഹാസനം, ശിംശോൻ്റെ കുന്നോട് കുന്ന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ച് കർത്താവിൻ്റെ ഉപദേശത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. സുവിശേഷം കേട്ടത് യേശുവിൻ്റെതാണ്, സ്നാനപ്പെട്ടത് യേശുവിൻ്റെ കൽപ്പനയാണ്, സ്നാനപ്പെട്ട് കഴിഞ്ഞ് പഠിപ്പിക്കണ മുഴുവനും യഹൂദൻ്റെതാണ്, ന്യായപ്രമാണമാണ്. അപ്പോൾ എങ്ങനെ ശരിയാവും? കർത്താവ് വന്നിട്ട് പറഞ്ഞതെന്താണ്? കണ്ണിന് കണ്ണും പല്ലിന് പല്ലും എന്ന് എഴുതിയിരിക്കുന്ന നിങ്ങൾ വായിച്ചിട്ടില്ല. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്, ശത്രുവിനെ പാക്ക എന്നും സ്നേഹിക്കുന്നവരെ സ്നേഹിക്ക എന്നും എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ല. ഞാനോ നിങ്ങൾ പറയുന്നു, ശത്രുക്കളെ സ്നേഹിപ്പി, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പി. എന്തിനാണത്? നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരായി തീരുവാൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇത് വല്ലതുമാണോ പഠിപ്പിക്കണത്? യോസഫിൻ്റെ പൊട്ടക്കിണറല്ലേ പഠിപ്പിക്കണത്? യോസഫിൻ്റെ വീട്ടിൽ നടന്ന സംഭവമല്ലേ പഠിപ്പിക്കുന്നത്? ദാവീദ് ആടിനെ കെട്ടാൻ പോയി ദാവീദിനെ സിംഹാസനം കിട്ടിയ കാര്യമല്ലേ പഠിപ്പിക്കണത്? ഇന്നും പഠിപ്പിക്കണ ന്യായപ്രമാണമല്ലേ? ന്യായപ്രമാണത്തിൽ നിവർത്തിച്ചു എന്ന് കർത്താവ് പറയുമ്പോൾ ന്യായപ്രമാണമല്ലേ ഇന്നും പഠിപ്പിക്കുന്നത്? ന്യായപ്രമാണം നീങ്ങിപ്പോയെന്ന് എബ്രായ ലേഖനക്കാരൻ എഴുതിയിരിക്കുമ്പോൾ ഇന്നും ന്യായപ്രമാണമല്ലേ വായിച്ചു പഠിപ്പിക്കണത്? അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്നും മനസ്സിലാക്കുവാനാണ് ഉപവാസം എടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയാണ് കാൽ തെറ്റിയത്, ചുവട് പിഴച്ചത് എവിടെയാണെന്ന് മനസ്സിലാക്കുവാനാണ് ഒരു ഉപവാസം വെച്ചിരിക്കുന്നത്. ആ ഉപവാസത്തിലിരുന്നുകൊണ്ട് ഏകാഗ്രതമായിട്ടിരുന്നുകൊണ്ട് എൻ്റെ തെറ്റുകളെ ശോധന ചെയ്യുവാനാണ് ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് ഉപവാസം വെച്ചിരിക്കുന്നത്. അതിന് നമ്മളിവിടെ എന്ത് ചെയ്യണ്? 6 പാട്ടുപാടി ബഹളമുണ്ടാക്കി കൈയും കാലും കൊണ്ട് ആംഗ്യം കാണിച്ചും കൈയടിച്ചും പൊട്ടിച്ചും ബഹളമുണ്ടാക്കി നമ്മൾ വെറുതെ സമയം കളയും. എവിടെ പ്രാർത്ഥന നടന്നു? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇത് മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പത്രോസ് അപ്പോസ്തലൻ ആത്മാവിൽ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും, സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. ഉണ്ടോ ഇന്ന്? എങ്ങനെ ഉണ്ടാവും? ഇന്നുണ്ടോ? സകലത്തിനു മുമ്പേ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഇന്ന്? ഇല്ല, ഉണ്ടാകില്ല. എന്തുകൊണ്ടാ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ നോക്കണം എങ്ങനെ സ്നേഹം വരും നമുക്ക്. അവിടെയാണ് വിഷയം. നമ്മളിത് എങ്ങനെ സ്നേഹം വരും? ഇവിടെ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കണമെന്ന് പറയും. ഈ സ്നേഹം എങ്ങനെ വരും? സ്നേഹം വരണമെങ്കിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:1 പറയുന്ന ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, അപ്പം ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ സ്നേഹം വരുന്നുള്ളൂ. ഇനി ഫിലിപ്പിയർ എഴുതിയ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത് വല്ലതും മനസ്സിലായിട്ടാണോ പറയണത്? സങ്കീർത്തനം വായിച്ചാൽ ഇതുണ്ടായില്ല. സങ്കീർത്തനം വായിച്ചാൽ സ്നേഹം എങ്ങനെ ഉണ്ടാവും? സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ വൈരമാണ് വരുന്നത്, അവിടെ ഇടർച്ച വരും. ന്യായപ്രമാണത്തിൻ്റെ ആത്മാവാണ് അവിടെ വ്യാപരിക്കുന്നത്. അപ്പോൾ
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശം നമുക്ക് വന്നെങ്കിലേ നമുക്ക് തമ്മിൽ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? കണ്ണിന് കണ്ണും പല്ലിന് പല്ലും. എൻ്റെ കണ്ണ് സാമ്പാസ്റ്റർ അടിച്ച് തകർത്ത് കളഞ്ഞാൽ ഞാൻ സാമ്പാസ്റ്ററുടെ കണ്ണ് അടിച്ചു കളയണം. ജോസ് ബ്രദറിൻ്റെ പല്ലടിച്ച് കളഞ്ഞാൽ ജോസ് ബ്രദർ തിരിച്ചെൻ്റെ പല്ലടിച്ച് കളയണം. ഇതാണ് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ യേശു പറയാണ്, ഞാനോ നിങ്ങളോട് പറയും, ദുഷ്ടനോട് എതിർക്കരുത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. അപ്പോൾ ആരുടെ പ്രമാണത്തിലേക്ക് വരണം? മത്തായി 28 കാണുന്ന ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളൂ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരുടെ കുഴപ്പമാണ് ഇന്ന് യേശു നമ്മുടെ കൂട്ടായ്മകളില്ലാത്തത്? സഭകളിൽ നിന്ന് യേശു ഇല്ലാത്തത് എന്താണ്? യേശു ഇല്ലാത്തത് എന്താണെന്ന് പോലും അറിയുന്നില്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14 പോലും വായിച്ചു നോക്കാം, അപ്പം കാണാം. യേശു കർത്താവിന്ന് ഈ ആകാശത്തിന് കീഴിലുള്ള ഒരു സഭകളിലും ഇല്ല. യേശു സഭയുടെ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ആരെങ്കിലും വാതിൽ തുറന്നാൽ യേശു അകത്ത് വരും. പക്ഷെ വാതിൽ തുറക്കുന്നില്ല, ന്യായപ്രമാണം കൊണ്ട് അടച്ചു വച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെ യേശു വരും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ന്യായപ്രമാണമൊക്കെ നമ്മുടെ ചർച്ചിൽ നിന്നൊക്കെ മാറ്റിയിട്ട് പഴയ നിയമങ്ങളെല്ലാം തൂത്തു മാറ്റിയിട്ട് ചെയ്യാനുള്ള എന്താണ് യേശു പറഞ്ഞത്, കൽപ്പിച്ചത്. മത്തായി 28 ഉണ്ടല്ലോ അങ്ങനെ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരായിക്കൊണ്ട്. ഇനി യേശു ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യോഹന്നാൻ്റെ സുവിശേഷം 16:12 പറഞ്ഞിട്ടുണ്ട്, ഇനിയും വളരെയധികം നിങ്ങൾ പറവാനുണ്ട്. അപ്പോൾ യേശു തീർത്തും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ വരുമ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളെ ഓർപ്പിക്കും. ഞാൻ പറയാനുള്ളത് എന്നിൽ നിന്നെടുത്ത് അവൻ നിങ്ങളെ അറിയിക്കുന്നത് കൊണ്ട് അവൻ എന്നെ മഹത്വപ്പെടുത്തുമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്താ നാളിൽ അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്നു, എല്ലാവരിലും വ്യാപരിച്ചു, അവരെ പഠിപ്പിച്ചു, അവരെ വർഷങ്ങൾ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച കാര്യങ്ങൾ അവർക്ക് മനസ്സിലായപ്പോഴാണ് അവർ റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനാണ് പറയുന്നത്, എബ്രായ ലേഖനക്കാരൻ പറയുന്ന ഒരു കാര്യം നമുക്ക് നോക്കാം. എബ്രായ ലേഖനക്കാരൻ പറഞ്ഞ കാര്യം എന്താണെന്ന് നോക്കാമല്ലോ. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാവുന്നു. ഞാൻ നേരത്തെ ഒരു ഒഴുക്ക് പറഞ്ഞില്ലേ, ലോകത്തിലേക്കൊരു ഒഴുക്ക്. ആ ഒഴുക്ക് വരുമ്പോൾ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, ഒഴുക്കുണ്ട് ഇപ്പോഴേ, ഒഴുക്ക് നല്ല ഒഴുക്ക് ഇപ്പോഴേ ഉണ്ട്. ആ ഒഴുക്കിൽ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് ഇവിടെ എബ്രായ ലേഖനക്കാരൻ പറയുന്നത് കേട്ടോളണം. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാവുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും, ഒന്ന് ചെറുതായിട്ടൊന്ന് അവിടെ ഒന്ന് കുറിച്ച് വെക്കണം എല്ലാവരും. ഇവിടെ കേട്ടോളണം, വ്യക്തമായി പറഞ്ഞാൽ കേട്ടോളണം. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റുവഴി? മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്താ നാളിൽ വന്നു, അവരിൽ വ്യാപരിച്ചു. അവിടെ ഉണ്ടായിരുന്ന 120 പേരിലും വ്യാപരിച്ചു.
അങ്ങനെ പത്രോസ് അവിടെ പ്രസംഗിച്ചു. ആ പത്രോസ് പ്രസംഗിച്ചപ്പോൾ 3000-ഓളം പേർ വിശ്വസിച്ചു. പിന്നെ പ്രസംഗം പുറത്തേക്കായി, 5000-ആയി, 7000-ആയി, അങ്ങനെ പെരുകി. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഇവർക്ക് നൽകിക്കൊണ്ട് സാക്ഷി നിന്നു. പരിശുദ്ധാത്മാവ് സാക്ഷി നിന്നു. അത്ഭുതങ്ങൾ നടന്നവിടെ, അടയാളങ്ങൾ നടന്നു. പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് സാക്ഷി നിന്നു. കേട്ടവർ, ആ കേട്ടവരാണ് നമുക്കിപ്പോൾ ഉറപ്പിച്ചു തന്നിരിക്കുന്നത് അപ്പോസ്തലന്മാർ. അതിന് പറയുന്ന പേര് അപ്പോസ്തല പ്രവൃത്തി 2:42 അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്നാണ്. അതുകൊണ്ട് ആ അപ്പോസ്തലന്മാർ, അവർ ആ 3000-ഓളം പേർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോകും. ഇതാണ് നമുക്ക് വച്ചിരിക്കുന്ന ഒരു ഉപദേശം. ഈ ഉപദേശം വിട്ട് നമ്മൾ സങ്കീർത്തനം വായിച്ച് പഴയ നിയമത്തിൽ കിടന്ന് നമ്മളിങ്ങനെ കറങ്ങിയാണ്. എങ്ങനെ നമുക്ക് സ്നേഹം ഉണ്ടാവും? എങ്ങനെ പരിശുദ്ധാത്മാവ് ഉണ്ടാവും? എങ്ങനെ ആത്മാവിനുള്ള ആരാധന വെളിപ്പെടും? അവിടെ ക്രിസ്തുവില്ല. ക്രിസ്തുവിൻ്റെ ഉപദേശം പഠിപ്പിക്കാത്തടത്ത് ക്രിസ്തുവില്ല. അവിടെ വേറൊരു ഉപദേശം വന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ സുവിശേഷത്തിലേക്ക് മടങ്ങി വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കർത്താവായ യേശു പറഞ്ഞ സുവിശേഷത്തിലേക്കൊന്ന് മടങ്ങി വരവ്, ഒരു മടങ്ങി വരവ് നമുക്കുണ്ടാകണം. ഇന്ന് സഭകളെന്ന് പറയാനേ ഉള്ളൂ. അവിടെ ആരാധനയില്ല, അവിടെ ദൈവപ്രവൃത്തിയില്ല, അവിടെ തമ്മിൽ സ്നേഹമില്ല, അവിടെ കൃപാവരങ്ങളോടുകൂടി ശുശ്രൂഷയില്ല, അവിടെ പരിശുദ്ധാത്മാവിനുള്ള ആരാധന വെളിപ്പെടുന്നില്ല. അന്യഭാഷ പറയുന്നുണ്ട്. ഈ അന്യഭാഷ എവിടെ നിന്ന് വന്നാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഒരുപാട് ഭാഷകളുണ്ട്, ലോകത്തിൻ്റെ ഭാഷകളുണ്ട്, ആചാര അനുഷ്ഠാനങ്ങളിൽ ഭാഷകളുണ്ട്. അമ്പലങ്ങളിലൊക്കെ മറുഭാഷ പറയുന്നു. ആ ഭാഷ ഇന്നും പെന്തക്കോസ്തുകാരിലും പറയുന്നുണ്ട്, അനേകർ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇന്നൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നാൽ, ഒരു വീട്ടിൽ ചെന്നാൽ ആ വ്യക്തി പറഞ്ഞ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഈ പ്രാർത്ഥിക്കാൻ ചെന്ന വ്യക്തി 2 വാക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെ അന്യഭാഷയാണ്, പിന്നെ കുറേ കലപില വരികയാണ് അവിടെ. എന്ത് പ്രാർത്ഥന അത്? പ്രിയപ്പെട്ടവരെ, ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, പത്രോസ് പറയുന്നു, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മടങ്ങിവരവ് അത്യാവശ്യമാണ്. ശരിയായൊരു മടങ്ങിവരവ് നമുക്കുണ്ടെങ്കിലേ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗത്തിലേക്കൊരു മടങ്ങിവരവ് അത്യാവശ്യമാണ്. അവിടെ വ്യക്തമായിട്ട് വീണ്ടും പറയുന്ന കാര്യം, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ, സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റസ്നേഹമുള്ളവരായിരിപ്പീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. സ്നേഹമാണ് പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നത്. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിസൽക്കാരം ആചരിപ്പീൻ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരന്മാരായി അതിനെക്കൊണ്ട് ശുശ്രൂഷിപ്പീൻ. ആരാണ് ഇന്ന് അങ്ങനെയുള്ള ശുശ്രൂഷ ഉണ്ടോ? അങ്ങനെയുള്ള ശുശ്രൂഷകൾ ഇന്ന് നടക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് വ്യക്തമായ രീതിയിലൊന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അതുകൊണ്ട് ഒരു ശരിയായൊരു മാനസാന്തരം നമുക്ക് ആവശ്യമാണ്. കർത്താവിൻ്റെ വരവെത്ര ആസന്നമായി, ലോകസംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്നു. അതുകൊണ്ട് ഈ സമയത്തെങ്കിലും നമുക്കൊരു മടങ്ങിവരവ് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വ്യക്തമായി ഈ സമയത്ത് ഇത് പറയാനുള്ള ഒരു മനസ്സിലൊരു ധൈര്യം വന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിന് സ്തോത്രം.